നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ദയവായി നിങ്ങൾ ചീത്ത പറയരുത്. കാരണം അവർ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവരാണ്. എന്താണ് ജനങ്ങളോട് പറയേണ്ട പോയിന്റ്? ഡിജിറ്റൽ മീഡിയയിലേക്ക് എത്രയും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ അതെത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ടീം ഡിജിറ്റൽ മീഡിയ അത് ഓരോ ജില്ലയിലും ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം. CPM ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമല ഒരു വിഷയമേ അല്ല എന്നാണ്. അതവർ ഒളിച്ചോടുകയാണ്. യഥാർത്ഥത്തിൽ അവർക്കറിയാം കേരളത്തിലെ വിശ്വാസി സമൂഹം അഡാപട്ടലം LDFനെതിരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും കണ്ടതിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഒരു വർഷമാണ്. കോൺഗ്രസ് ഏറ്റെടുത്ത് ഈ 14 ജില്ലകളിലും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കോൺഗ്രസ് അതിവേഗം കേരളത്തിലെ ജനതയുടെ ഒരു ആഗ്രഹമുണ്ട്, നാളെ തന്നെ നിങ്ങൾ അധികാരത്തിൽ വരൂ എന്നാണ് കേരള ജനത ആവശ്യപ്പെടുന്നത്. അതാണ് വോട്ട് കേരള സ്പീക്സ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വലിയ വിജയം, ഇടതുമുന്നണി 100 കണക്കിന് കേസുകളിൽപ്പെട്ട് തകർന്നു നിൽക്കുന്ന ഒരവസ്ഥ, ഇതിലൊക്കെ വലിയ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ UDF വിശിഷ്യ കോൺഗ്രസ് നേതൃത്വം വലിയൊരു ആവേശത്തിലാണ്. ഇപ്പോൾ വയനാട്ടിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇത് ഈ ആവേശം എന്ന് പറയുന്നത് അത് ഒത്തൊരുമിച്ച് പോകാനുള്ള എല്ലാ ഒരു സാഹചര്യവും കാണുന്നുണ്ടോ? കോൺഗ്രസ് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഐക്യത്തിലാണ് നിൽക്കുന്നത്. ചില സോഷ്യൽ മീഡിയ സങ്കേതങ്ങൾ, റിപ്പോർട്ടർ ഉൾപ്പെടെ കേരളത്തിലെ ചില ചാനലുകൾ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഭരണത്തിലേക്കുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി വരികയാണെങ്കിലും കേരളത്തിലെ പൊതുജനം ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു, ഒരു ഭരണമാറ്റം. അത് പിണറായി വിജയനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി മാത്രമല്ല, ഭരണവർഗത്തോടുള്ള വികാരമാണ്, ഭരണവർഗത്തിനെതിരായിട്ടുള്ള വികാരമാണ്. അങ്ങനെ ഒരു വികാരം ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല. ഭരണം നടത്തുന്നവരുടെ ചെയ്തികൾക്കെതിരെ വികാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഭരണവർഗത്തിനെതിരെ ഒരു വികാരം എന്ന് പറയുന്നത് കേരളത്തിൽ ഇതാദ്യമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംഭവിക്കുന്നതാണ്. നമ്മൾ ഒറ്റ കാര്യം ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞതുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ദയവായി നിങ്ങൾ ചീത്ത പറയരുത്. കാരണം അവർ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവരാണ്. അവരുടെ വോട്ട് കൂടാതെ കേരളത്തിൽ UDFന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2010 ശേഷം കേരളത്തിൽ നടന്ന എല്ലാ ത്രിതല പഞ്ചായത്തുകളിലും മഹാഭൂരിപക്ഷം മേഖലകളിലും, അത് ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും അതുപോലെ തന്നെ കോർപ്പറേഷനായാലും CPMൻ്റെ കരങ്ങളിലായിരുന്നു. ആ സ്ഥിതിയിലാണ് വലിയ തോതിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നത്. ശരാശരി 60% മുകളിലാണ് UDFൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം ഇവിടെ നിൽക്കുന്നു. പക്ഷെ അപ്പോഴും UDF ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ നിയമസഭാ സീറ്റുകളുടെ എണ്ണവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെയും കൂടി മറികടക്കാനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. വളരെ കൃത്യമായി അവിടെ 2026 മിഷൻ 2026 അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നേരിട്ട് ഈ ക്യാമ്പിൽ വന്ന് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോവുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രം നടക്കുന്ന ബൂത്ത് തലത്തിലുള്ള ഒരുക്കങ്ങൾ, ആ ഒരുക്കങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ KPCCയും AICCയും നേരിട്ട് നൽകിയിരിക്കുന്നു. ശ്രീമതി സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും നിർദ്ദേശാനുസരണം വളരെ കൃത്യതയോടുകൂടി ഇപ്പോൾ നമുക്കറിയാം സ്ക്രീനിംഗ് കമ്മിറ്റി, ഇലക്ഷൻ സ്ക്രീനിംഗ് കമ്മിറ്റിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മധുസൂദൻ മിസ്ത്രി എന്ന് പറയുന്ന കേരളത്തിന് നേരത്തെ തന്നെ വളരെ പരിചയമുള്ള ഒരു മനുഷ്യൻ ആ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കോൺഗ്രസ് അതിവേഗം തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് കടന്നു പോവുകയാണ്. ഇന്ന് ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ ക്യാമ്പിൽ ഇനിയുള്ള 3 മാസത്തെ കാലത്തെ സമരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നാണ്. വ്യക്തിപരമായി ഒരു കോൺഗ്രസ്
ആശയം ഉൾക്കൊള്ളുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു സാധാരണ പ്രവർത്തകൻ്റെ മനസ്സിലുണ്ടാകാൻ ഇടയുള്ള വികാരം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് സജീവമാണ്, യു ഡി എഫിനകത്ത് സജീവമാണ്. യഥാർത്ഥത്തിൽ ഈ ക്യാമ്പ് ചർച്ച ചെയ്യേണ്ടത് യു ഡി എഫിന് പുറത്തുള്ള കോമൺ മാസ്, പൊതുജനം, ആ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് യു ഡി എഫിനെ എത്തിക്കുക എന്നുള്ള തന്ത്രപരമായ നീക്കങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പ് രൂപം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 2 ഘട്ടങ്ങളിലായി 10 വർഷം കൊണ്ട് വികസനത്തിൻ്റെ ഒരു ലാഞ്ചന പോലും കാണിക്കാതെ ഒരു ഭരണം 48,000 കോടി രൂപയുടെ പൊതുകടമുണ്ടാക്കി ഭരണത്തിൽ നിന്ന് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് കേരളത്തിലെ പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, സ്ത്രീ സമൂഹം, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സാങ്കേതിക വിദഗ്ധർ, ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും യു ഡി എഫിൻ്റെ വികസന അജണ്ട എന്നുള്ളതാണ്. കാരണം പണ്ടത്തെ പോലെ പൊളിറ്റിക്കൽ വോട്ടല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അത് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒരു യാത്ര ഐക്യജനാധിപത്യ മുന്നണി ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ ബന്ധപ്പെടുത്തി, മാധ്യമപ്രവർത്തകന്മാരെ ബന്ധപ്പെടുത്തി, പൊതുസമൂഹത്തിലുള്ള എക്സ്പേർട്സിനെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ ജേണി കേരളത്തിൽ നടത്തണം എന്നുള്ളതാണ്. കാരണം അടുത്ത 5 വർഷക്കാലം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ തീം യാത്ര അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ തീം യാത്ര എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് പോകണം. കാരണം ഈ വോട്ടിംഗ് പാറ്റേണിൽ എപ്പോഴും വലിയ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 25-നും 18-നും ഇടയിലുള്ള യുവജന വിഭാഗങ്ങളാണ്. അവരാണ് ഇൻസ്റ്റഗ്രാമിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും വക്താക്കൾ. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് പോകണം. അവിടെ ഒരക്ഷരം പോലും രാഷ്ട്രീയം സംസാരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് യു ഡി എഫ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്ന മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് ചോദിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഇൻഫോ പാർക്കുകളിൽ, സ്റ്റാർട്ടപ്പുകളിൽ, സ്ത്രീ കേന്ദ്രീകൃത ഇടങ്ങളിൽ, യുവാക്കളിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കണം. നമ്പർ 1, യുവാക്കളെ കാണണം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കാണണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന യുവ നേതാക്കളും യുവ നേതൃത്വവും ഉള്ളത് കോൺഗ്രസ്സിന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അവർ പലരും തഴയപ്പെടുന്നു എന്നുള്ള വലിയ പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ക്യാമ്പിൽ, ഇപ്പോൾ വയനാട്ടിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ യുവാക്കൾക്ക് വേണ്ടുന്നത്ര പ്രാതിനിധ്യവും അതുപോലെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും അതിലേക്കുള്ള അവരെ പരിഗണിക്കുന്നതിനൊക്കെയുള്ള സംവിധാനം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നേതാക്കന്മാരുടെ പ്രസ്താവനകളെല്ലാം അതിലേക്ക് അതിശക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും നൽകണം എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കടന്നു പോകുന്നു. അധിക പ്രായമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ വിരമിക്കേണ്ടി വരും എന്ന വാർത്തകൾ പോലും ഈ ഒരു ഘട്ടത്തിൽ കേൾക്കുന്നത് യുവാക്കളെ കൂടുതൽ സ്വീകരിക്കുന്നു എന്ന ഒരു മെസ്സേജ് പൊതുസമൂഹത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എനിക്ക് പറയാനുള്ളത്, കേരള സ്പീക്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് കോൺഗ്രസും യു ഡി എഫും നേതൃത്വം നൽകണം. എന്താ കേരള സ്പീക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളം സംസാരിക്കും, കേരളം പറയും, പക്ഷെ മറുഭാഗത്ത് യു ഡി എഫ് കേൾക്കും. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ശബ്ദം അത് കേൾക്കാൻ ഒരു വിഭാഗം ഇവിടെ തയ്യാറായി നിൽക്കുന്നു എന്നൊരു മെസ്സേജ് പൊതുസമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് കേരള സ്പീക്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ യു ഡി എഫും കോൺഗ്രസും നേരിട്ട് നടത്തണം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് കാണുന്നത് ഫുൾ ടൈം ക്രിറ്റിസിസമാണ്. ഈ ക്രിറ്റിസിസത്തിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ക്രിറ്റിസിസത്തോട് ചേർന്ന് സോഷ്യൽ മീഡിയ കീഴടക്കുന്ന ഒരു ടോട്ടൽ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20 to 30% ആണ്. ബാക്കി 70% ആളുകളുണ്ട്. അവരെപ്പോഴും പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ വികസനമാണ്. അപ്പോൾ ഹോപ്പ്, പ്രതീക്ഷ, ഡെവലപ്മെൻറ്റ്, വികസനം, അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി, ഈ 3 ഘടകങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ ക്യാമ്പയിന് യു ഡി എഫും കോൺഗ്രസും നേതൃത്വം നൽകണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്
തെറ്റായ വാർത്തകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ്. അതായത് മിസ് ഇൻഫോർമേഷൻ എന്ന് പറയും. തെറ്റായ വിവരങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിക്കാൻ ശ്രീ എം പി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നു തിരുവനന്തപുരത്ത് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ദിവസം ഇത്ര കാർഡുകൾ. അപ്പോൾ 10 കാർഡുകളും 10 മിസ് ഇൻഫോർമേഷനും കേരളത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ടീം അത് കോൺഗ്രസിനകത്ത് വളരെ സക്രിയമായി നിലനിർത്താനുള്ള അടിയന്തര നടപടികൾക്ക് തുടക്കം കുറിക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മളൊരു മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒരു ഫോട്ടോ കണ്ട് ഉന്മാദം അടയുന്ന ആളുകളാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ റീഡർഷിപ്പും വ്യൂവർഷിപ്പും ലിസണർഷിപ്പും എത്രയാണ് എന്നുള്ളത് ശാസ്ത്രീയമായി പഠിക്കണം. അവിടെയാണ് പിന്നൊരു ഭാഗം നിൽക്കുന്നത്. ആ ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഡിജിറ്റൽ മീഡിയയിലേക്ക് എത്രയും പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ അതെത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ടീം ഡിജിറ്റൽ മീഡിയ അത് ഓരോ ജില്ലയിലും ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം. ഒരു ജില്ലയിൽ മിനിമം, ഇപ്പം നമുക്കറിയാമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് എപ്പോഴും കോൺഗ്രസ് പാർട്ടി എല്ലാ പാർട്ടികളും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതല്ല. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ലോക്കൽ കണ്ടൻറ്റുകൾ വരുന്നില്ല. അപ്പോൾ ആ ലോക്കൽ കണ്ടൻറ്റുകൾ വരാൻ നേതാക്കൾ നേതൃത്വം നൽകണം. എങ്ങനെയാണ് നേതാക്കൾ നൽകേണ്ടത്? ഓരോ ജില്ലയിലും നമുക്കറിയാം ഒരു ജില്ലാ പ്രസ് ക്ലബ്ബ് ഉണ്ടാവും. പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രസ് ഫോറങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം എൻ്റെ ജില്ല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കാസർഗോഡ് ജില്ലാ പ്രസ് ക്ലബ്ബും കാഞ്ഞങ്ങാട് പ്രസ് ഫോറവും ഉണ്ട്. അങ്ങനെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രസ് ഫോറങ്ങളിലേക്ക് ഏറ്റവും മിടുക്കരായിട്ടുള്ള കാലിബറുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ലോക്കൽ ഡാറ്റാസ് കളക്ട് ചെയ്ത് അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന മിടുക്കരായിട്ടുള്ള നേതാക്കന്മാർ പോയി കേരളം മുഴുവൻ മാധ്യമ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കണം. ആ മാധ്യമ സമ്മേളനങ്ങൾ സ്വാഭാവികമായും വാർത്തകളായി വരും. ആ വാർത്തകൾ സെൻട്രലൈസ്ഡ് വാർത്തകളല്ല, അത് ലോക്കൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന വാർത്തകളായിരിക്കും. ആ വാർത്തകൾക്ക് നേതൃത്വം നൽകാൻ KPCC തന്നെ പ്രത്യേക ടീം, ഒരു പ്രസ് ടീം അല്ലെങ്കിൽ ഒരു മീഡിയ ടീമിനെ പാർട്ടിക്കകത്ത് നിന്ന് നിയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രസംഗമാണ്. ഇപ്പോൾ പൊതു ഇടങ്ങളിൽ പ്രസംഗിക്കുക, ചാനൽ ചർച്ചകളിൽ ഡിബേറ്റിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലൊക്കെ പ്രസംഗിക്കുക. എന്താ നമ്മൾ കാണുന്നത്? ഓരോ വ്യക്തിയും അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തയ്യാറാക്കുന്ന ഒരു മാനിഫെസ്റ്റോ വെച്ചിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് അവിടെ പ്രസംഗിക്കുന്നത്. അതിന് പകരം KPCC അടിയന്തരമായി നടത്തേണ്ടത് കേരളത്തിലെ ഉഗ്രശക്തിയുള്ള ഒരു മിനിമം 100 ആളുകളെയെങ്കിലും, ഏറ്റവും നല്ല പ്രഭാഷണ കലയിൽ മിടുക്കന്മാരായിട്ടുള്ള 100 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ സെമിനാർ അല്ലെങ്കിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണം. ജനങ്ങളെ ആ ക്യാമ്പിൽ എന്താണ് ജനങ്ങളോട് പറയേണ്ട പോയിന്റ്, ഓരോ പോയിന്റുകളും എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? ഇപ്പോൾ ഉദാഹരണം, ശബരിമല വിഷയം കേരളത്തിൻ്റെ ഹൃദയതാളത്തെ തെറ്റിച്ച, LDFിൻ്റെ ഹൃദയതാളത്തെ തെറ്റിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. CPM ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമല ഒരു വിഷയമേ അല്ല എന്നാണ്. അതവർ ഒളിച്ചോടുകയാണ്. യഥാർത്ഥത്തിൽ അവർക്കറിയാം കേരളത്തിലെ വിശ്വാസി സമൂഹം അഡ്ഡാപട്ടലം LDFിനെതിരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ശബരിമല വിഷയത്തെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലെത്തിക്കേണ്ടത്, ഏത് അർത്ഥത്തിലാണ് വിശ്വാസി സമൂഹത്തോട് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള അജണ്ട KPCC തയ്യാറാക്കണം. അത് UDFിലേക്കും കൂടി പെനട്രേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കണം. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മന്നം ജയന്തി നടക്കുന്ന ദിവസം കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും, അതെല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ നമ്മൾ മന്നം സമാധിയിൽ കണ്ടു. പക്ഷേ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് SNDP അല്ലെങ്കിൽ ഈഴവ സമുദായം എന്ന് പറയുന്നത്. കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ ഏറ്റവും വലിയ സമുദായം, കേരളത്തിൻ്റെ മൊത്തം പോപ്പുലേഷൻ്റെ പകുതിയോളം വരുന്ന ഒരു മേജർ സമുദായത്തിലെ പകുതിയിലധികം വരുന്നൊരു സമുദായമാണ്. പക്ഷെ അവിടെ നമ്മൾ വ്യാപകമായി വെള്ളാപ്പള്ളി നടേശനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്ന കാര്യത്തിൽ നമ്മൾ വിജയിച്ചു, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിലും നമ്മൾ വിജയിച്ചു. പക്ഷെ അതിനപ്പുറം ആ സമുദായത്തെ കൂടെ ചേർക്കാനുള്ള സ്ട്രാറ്റജി ശ്രീനാരായണ അപ്പൊ അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും കണ്ടതിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഒരു വർഷമാണ്.
അത് വൈക്കം സത്യാഗ്രഹത്തിൽ മാത്രം കണ്ടത് 100-ാം വാർഷികമല്ല, വർക്കലയിൽ ശിവഗിരിയിൽ കണ്ടതിൻ്റെ 100-ാം വാർഷികമെല്ലാം ഈ സമയത്ത് വരികയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ഈ സമുദായത്തെ കൂടെ നിർത്താൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രബോധനങ്ങളെ അദ്ദേഹം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ പിതാമഹനെ കണ്ടതിൻ്റെ വാർഷികം കോൺഗ്രസ് ഏറ്റെടുത്ത് ഈ 14 ജില്ലകളിലും നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു സമീപനം, ഒരു സ്ട്രാറ്റജി നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ സമുദായത്തെ കൂടുതൽ വിശ്വാസത്തോടു കൂടി UDF കൂടെ ചേർക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ സമസ്ത സ്വാഭാവികമായും മുസ്ലിം ലീഗിനോടൊപ്പം UDF ചേർന്ന് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ പല തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടനകൾ അപ്പുറത്തുണ്ട്. ആ സംഘടനകളെയും UDF നിർത്താൻ പറ്റുന്നതായിട്ടുള്ള ഒരു എന്താ പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിങ്. ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ടീമിനെ ഉണ്ടാക്കി ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി നടത്തേണ്ട പദ്ധതികൾ അത് ഈ ക്യാമ്പിൽ ആസൂത്രണം ചെയ്യപ്പെടണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചുരുക്കി പറയാം, കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ വയനാടിൻ്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പ് രാഷ്ട്രീയ സമരം എന്നതിനപ്പുറം UDF പുറത്തുള്ള സോഷ്യൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടാൻ, അതുപോലെ തന്നെ ചെറുപ്പക്കാരുമായി ബന്ധപ്പെടാൻ, ഇവിടുത്തെ IT വിദഗ്ധന്മാരുമായി ബന്ധപ്പെടാൻ, ഇവിടുത്തെ പ്രൊഫഷണലുകളുമായി ബന്ധപ്പെടാൻ, ഇവിടുത്തെ വ്യത്യസ്ത സമുദായ സംഘടനകളുമായി ബന്ധപ്പെടാൻ, വ്യത്യസ്ത ജാതീയ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന പൊതു ഇടങ്ങളിലെ സ്ട്രാറ്റജിക്കാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പിൽ രൂപം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ കോൺഗ്രസ്സിന്, അതായത് ആദ്യത്തെ ഒരു വിജയമുണ്ടാകുമല്ലോ എല്ലാത്തിനും, ആ വിജയം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഓരോ നേതാക്കന്മാരെ ഓരോ ഇടങ്ങളിൽ ഏൽപ്പിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരത്ത് K മുരളീധരൻ തമ്പടിക്കുന്നു, കോഴിക്കോട്ട് രമേശ് ചെന്നിത്തല, അതുപോലെ കൊച്ചിയിലാകട്ടെ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ വിഷ്ണുനാഥ് കൊല്ലത്ത്, ഇങ്ങനെ എല്ലാവരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അസ്വാരസ്യങ്ങളില്ലാതെ വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ അത് കോൺഗ്രസ്സിന് മാത്രം കഴിഞ്ഞൊരു സംഭവമാണ്. അത് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിനൊരു അസ്വാരസ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? കോൺഗ്രസ്സിനകത്തൊരു അസ്വാരസ്യത്തിൻ്റെ സമയമേ അല്ല. ഇപ്പം 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ വരും. കോൺഗ്രസ് സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു ഒരു 92 കഴിഞ്ഞ വർഷം മത്സരിച്ചത്. പക്ഷേ ഇത്തവണ അതിൽ അല്പം കുറവുണ്ടാകാനുള്ള സാധ്യതയാണ്. പുതിയ ഘടകകക്ഷികൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് ആയിരിക്കും. എന്തായാലും ഈ സ്ഥലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥി മോഹികൾ എന്ന വാക്കൊന്നും ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് ആളുകൾ സ്ഥാനാർത്ഥികളല്ലാതായി മാറും. അവരോട് ഒക്കെ സത്യത്തിൽ നേതൃത്വത്തിന് പറയാൻ ഇടയുണ്ടാവുക ഒരു ഭരണത്തിലേക്കുള്ള ഒരു വലിയ തയ്യാറെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യോഗ്യരായവരെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ മറ്റെല്ലാ വ്യക്തിപരമായിട്ടുള്ള അജണ്ടകളും മാറ്റി UDF നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കണം. കാരണം ഇപ്പോൾ സർവേ നടക്കുന്നു എന്ന് കേൾക്കുന്നു. ശ്രീ കനകലുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം വളരെ പ്രൊഫഷണലായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ സർവേ ആക്ടിവിറ്റി കേരളത്തിൽ നടത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ലോക്കൽ ഫ്ലേവറിൽ നിലനിൽക്കുന്ന നേതാക്കന്മാരുടെ ഒപ്പീനിയൻ അത് കളക്ട് ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതിനുശേഷം ഓരോ സ്ഥാനാർത്ഥികളുടെയും മികവിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തും. അതുപോലെ തന്നെ വ്യത്യസ്ത സമുദായങ്ങളെ, ജാതികളെ, ഗ്രൂപ്പുകളെ, വിഭാഗങ്ങളെ, യുവാക്കളെ, സ്ത്രീകളെ എല്ലാം വളരെ കൃത്യതയോടുകൂടി പാറ്റനൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കുന്നത് ചെറിയ പണിയല്ല, ശ്രമകരമായിട്ടുള്ള പണിയാണ്. പക്ഷേ ആ പണിയിലേക്ക് അതിവേഗം കോൺഗ്രസ് നീങ്ങുന്നതിൻ്റെ നല്ല ലക്ഷണങ്ങളാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ചിലയിടങ്ങളിൽ വലിയ തർക്കങ്ങളുണ്ടെങ്കിൽ അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയോടെങ്കിലും മിനിമം പാർട്ടി ഒരു ഡയറക്ഷൻ കൊടുക്കണം.
അതായത് ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രഖ്യാപിക്കപ്പെട്ടാൽ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ലോക്കൽ മേഖലകളിൽ നിന്ന് ഉയർന്നു വരാനുള്ള എതിർപ്പുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ മത്സരിക്കാൻ ഇടയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരു ഡയറക്ഷൻ നൽകുന്നതിലൊന്നും ഒരു തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഏതായാലും കോൺഗ്രസ് അതിവേഗം ഒരു എന്താ പറയുന്നത്, കേരളത്തിലെ ജനതയുടെ ഒരു ആഗ്രഹമുണ്ട്, നാളെ തന്നെ നിങ്ങൾ അധികാരത്തിൽ വരൂ എന്നാണ് കേരള ജനത ആവശ്യപ്പെടുന്നത്. അതാണ് വോട്ട് കേരള സ്പീക്സ്. ആ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് കോൺഗ്രസ് കേരളത്തിലെ പൊതുജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം അതിവേഗം സഞ്ചരിക്കുന്നു എന്നുള്ളത് ആശാവഹമായിട്ടുള്ള കാര്യമാണ്. ആ അർത്ഥത്തിൽ തന്നെ ഇന്നത്തെ ഈ ക്യാമ്പിനെ വളരെ വ്യക്തതയോടുകൂടി കോൺഗ്രസ് ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ക്യാമ്പ് വലിയ ഗുണഫലങ്ങൾ അടുത്ത 3 മാസത്തേക്ക് കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമഹാപ്രവാഹത്തിൻ്റെ ക്യാമ്പായി മാറ്റുന്നതിൽ ലീഡർഷിപ്പ് വിജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.